Watch full episodes on Jio Hotstar. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. അല്ല, നിങ്ങളെന്താ നോക്കിക്കൊണ്ട് നിൽക്കണേ? ആ കരടിയുടെ പുറത്ത് ടോർച്ചിന്റെ ലൈറ്റ് അടിച്ചാൽ മതി. പെട്ടെന്ന് രക്ഷിക്കണേ. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. ഓടിക്കോ ഓടിക്കോ, കരടി വരുന്നേ. താങ്ക് യു ബദലു. സോറി, ഞാൻ ഡയമണ്ട് എടുക്കുന്ന തിരക്കില്ലേ കരടി വന്ന് നിന്നത് പോലും മറന്നുപോയി. ദേ ഇത് കണ്ടില്ലേ, ലേക്കിനടിയിലെ ഡയമണ്ട്സ് ആണ്, മുഴുവനും ഡയമണ്ട്സ്. അതേ ഡയമണ്ട്സ് ലേക്കിലല്ല, അത് ആകാശത്തിലാണ്. അതാ നോക്ക്, ആകാശത്തിലെ സ്റ്റാർസ് ആണ് നിനക്ക് ഡയമണ്ട്സ് ആയിട്ട് കണ്ടത്. അതിന്റെ റിഫ്ലക്ഷൻ ലേക്കിൽ അടിച്ചപ്പോ നിനക്ക് ഡയമണ്ട്സ് ആയിട്ട് തോന്നിയതാണ്. സോറി പത്തലു. സാറേ, ഇവിടെ രാത്രിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്. ഈ പോളാർ ബെയർ മനുഷ്യന്മാരെ പിടിച്ചിട്ട് തിന്നുകളയും. ഇതുകൂടാതെ വേറെയും കുറെ മൃഗങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇനി ഇര പിടിക്കുന്നതിന്റെ രണ്ടാമത്തെ ലെസൺ ഞാൻ പറഞ്ഞു തരാം. വേട്ടയാടുന്ന ഇരയെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. കാരണം അത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുവല്ലോ. പക്ഷെ അതിലൊന്നും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അത് മാത്രമല്ല, മനുഷ്യന്മാരുടെ കയ്യിൽ ഇത്രയും വലിയ ആയുധങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നും നല്ല ദൂരം പാലിക്കണം. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ അവരെന്റെ ദേഹത്തേക്ക് വെളിച്ചമടിച്ചത്? ഇല്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ഹ്യൂമൻ കേക്കിന്റെ കാര്യം പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച ശേഷമേ വരുന്നുള്ളൂ. അതിനുവേണ്ടി എന്ത് സമയമെടുത്താലും ശരി. ഗുഡ് മോർണിംഗ് മോട്ടു സാറേ. ഗുഡ് മോർണിംഗ് പോൾ. എല്ലാരും വിളിച്ചെണീപ്പിച്ചോളൂ. ഇന്ന് നമുക്ക് വലിയൊരു റോഡ് ട്രിപ്പിന് പോകാനുള്ളതാ. നമ്മൾ ഇവിടുന്ന് സെർമറ്റ് വില്ലേജ് വരെയാണ് പോകാൻ പോണേ. പത്തലു, വലിയേട്ടാ, ഗസീട്ടാറാം, വേഗം വരൂ. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഓ, എന്തൊരു ഭക്ഷണമാണിത്. ആരാ ഈ ടേബിൾ വലിച്ചോണ്ട് പോകുന്നത്? പത്തലു, വേഗം വരൂ. ആരോ നമ്മുടെ ഭക്ഷണം മോഷ്ടിച്ചോണ്ട് പോകുന്നു. ഓടി വാ. ഇല്ല, രക്ഷിക്കണേ പത്തലു. ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. വേട്ടയാടുമ്പോൾ വളരെയധികം ക്ഷമ നമ്മൾക്കുണ്ടായിരിക്കണം. ഒരിക്കലും ധൃതി പിടിക്കാൻ പാടില്ല. മോട്ടു, ഇതാ പിടിച്ചോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. നമ്മുടെ കേക്ക്. അതേ, നീ ആ ആപ്പിൾ എടുത്ത് കഴിക്ക്. അല്ലെങ്കിൽ നീ അതിനെ തുപ്പിക്കളയെങ്കിലും ചെയ്യേ. ആ കരടി എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ അതിന് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇവിടുത്തെ കരടികൾ വളരെ ഈഗോ ഉള്ളവരാണ്. അതിന്റെ ഇരയെ ആരെങ്കിലും തട്ടിയെടുത്താ അത് ഭയങ്കര ഈഗോ ആയിട്ട് അങ്ങ് എടുക്കും. പിന്നെ അതിന്റെ ഇരയെ തട്ടിയെടുത്ത ആളിന്റെ പുറകെ അങ്ങോട്ട് കൂടിക്കോളും, അയാളെ തിന്നുന്നണം വരെ. എന്താണോ പറയുന്നത് പത്തലു? ഇന്നലെ മുഴുവൻ ഞാൻ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് പത്തലു. നല്ലൊരു ലൊക്കേഷൻ വന്നാൽ മാത്രം എന്നെ എഴുന്നേൽപ്പിച്ചാ മതി കേട്ടോ. ഇത് നോക്കൂ, ഇത് ബ്ലോസി ലേക്കാണ്. ഇത് വളരെ സുന്ദരമായ ഒരു ലേക്കാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ സമയമില്ല. കാരണം കാലാവസ്ഥ മോശമാണ്. പോരാഞ്ഞിട്ട് സൺസെറ്റിന് മുമ്പ് നമ്മൾ സെർമറ്റിൽ എത്തുകയും ചെയ്യണം. പിന്നെ സ്നോ സ്റ്റോം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് കേട്ടു. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. ഞങ്ങള് കണ്ട മനോഹരമായ ലേക്ക് നീ മിസ് ചെയ്തുട്ടാ. കാണാൻ എന്ത് നല്ലൊരു ഭംഗിയുള്ള ലേക്കായിരുന്നു. എന്തുകൊണ്ടാ പിന്നെ എന്നെ നിങ്ങൾ വിളിക്കാതിരുന്ന് കളഞ്ഞത്? കാരണം നിങ്ങൾ നല്ലൊരു ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചില്ല. ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്, ഞാൻ ചുറ്റിക്കാണാൻ വേണ്ടിയാണ് വന്നത്. ഹൗസിലേക്ക് എന്തുകൊണ്ടാ എന്നെ കാണിക്കാഞ്ഞത്? ഉത്തരം പറ. ആൻസർ മീ.
ചേട്ടാ ഡോണ്ട് ടച്ച് മീ, ഓക്കെ? നിങ്ങൾക്ക് എന്നെ തല്ലാൻ പറ്റില്ല. ഞാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. ഞാൻ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പൊക്കോളാം. എനിക്ക് നിങ്ങളുടെ ഇന്ന് യാത്ര ചെയ്യണ്ട. ചേട്ടാ എന്റെ ചങ്കന്റെ ബ്രോ, നിക്ക്. ഞാൻ പുറകോട്ട് പോവില്ല, ഞാൻ മുന്നോട്ടേ പോവുള്ളൂ. പിന്നെ വെതർ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കൊടുങ്കാറ്റുണ്ടാകുന്ന സമയമാ. എല്ലാവരും ഇന്ന് പെട്ടുപോകും. അതേ മോട്ടു, അയാളെ ഒന്ന് നിർത്ത്. അയാളില്ലാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. നമുക്ക് ഒരു സ്ഥലവും അറിയില്ലല്ലോ. എനിക്ക് ഗ്ലൗസിലേക്ക് കാണണമായിരുന്നു. ഡോക്ടർ ജട്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ കാറിനെ ഇവിടുന്ന് പറത്തിക്കേ. ആദ്യം നമുക്ക് കാറിനെ പറത്താം. അത് കഴിഞ്ഞ് മോട്ടുവിനെ ആ ലേക്ക് കാണിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു വരികയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെട്ടുപോകും. ശരി എന്റെ ചങ്കന്റെ ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേക്കാം. അയ്യോ, എന്റെ കാറ്! എന്റെ കാറ് പറക്കുകയും ചെയ്യോ? ഇതെനിക്കറിയില്ലായിരുന്നല്ലോ. അതെ, നിക്ക്, ഞാനും വരുന്നേ. അല്ല, എന്റെ കാർ എങ്ങനെയാ നിങ്ങൾക്ക് പറപ്പിക്കാൻ സാധിച്ചേ? നമ്മുടെ ഡോക്ടർ ജട്കയിലെ അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. അത് ശരി, എന്നാ പിന്നെ ഞാൻ പറപ്പിക്കട്ടെ. ഒന്ന് മാറിയിരുന്നു. ഞാൻ എന്റെ കാർ ഒരിക്കലും പറപ്പിച്ചിട്ടില്ല. എന്റെ വണ്ടി സൂപ്പറായിട്ട് പറക്കണുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് മേഘങ്ങളെ തൊടാൻ പറ്റണുണ്ട്. ഈ ലോകം മുഴുവൻ ഞാൻ കറങ്ങും ഇതുപോലെ പറന്ന്. നല്ല രസമുണ്ട്. നിനക്ക് ഇനിയും സൂഹിക്കണമെന്നുണ്ടോ? ഉടൻ തന്നെ എന്നെ ആ ലൈക്കിന് മുകളിൽ എത്തിക്കാൻ നോക്ക്. എനിക്ക് ആ ലൈക്കിനെ ശരിക്കും ഒന്ന് കാണണം. ശരി, നിങ്ങളെ ഇനി എവിടെ വിടലും ഞാൻ. അച്ഛാ, എന്തിനാ ആ മനുഷ്യനെ തന്നെ പിടിക്കുന്നേ? നമുക്ക് വേറെ മനുഷ്യനെ പിടിച്ചൂടെ? ഇല്ല മക്കളെ, കാരണം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി പോയി. മാത്രമല്ല, എന്റെ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് ഒരു ഹ്യൂമൻ കേക്കിനെ തരാമെന്ന് ഈ അച്ഛൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അവൻ ഒരുപാട് നേരമൊന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല. ഞാൻ ആ സമയത്ത് കാറ്റിൽ പറന്നു വന്ന് നിങ്ങളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ നിങ്ങളെ തട്ടിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഞാൻ അവരെ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറി. അത് കണ്ടപ്പോ അയാൾ ഇവിടുന്ന് ഭയന്ന് പേടിച്ചോടി. മക്കളെ, അത് അവരുടെ വാനാണ്. നിങ്ങൾ എന്റെ കൂടെ വാ. അത് കണ്ടില്ലേ, അവർ ഹോട്ടലിൽ കയറാൻ പോവുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും നല്ല മനുഷ്യന്റെ മാംസം കഴിക്കാൻ പോവുകയാണ്. എന്നാൽ അവിടെയുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറ്റിയ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് അവനെ പിടിക്കാം. നിങ്ങൾ എന്റെ കൂടെ വാ. ദേ ഇതുപോലെ. മക്കളെ, അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ ഉറപ്പായിട്ടും പാലിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു തടിയൻ ഹ്യൂമൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛാ, കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലേ മനുഷ്യമാംസം തിന്നാൻ തരാന്ന്? നോക്ക്, അവരുടെ ഭക്ഷണവും വളരെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. സാർ, ഇതാ നിങ്ങളുടെ ഓർഡർ. നല്ല ചൂടുള്ള ചായ ഒന്നിങ്ങ് എടുത്തോളൂ എന്റെ ചേട്ടാ. തീർച്ചയായിട്ടും ഇതാ വിളിച്ചു. പത്തിലു, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ഇങ്ങനെ കഴിക്കൂ. അതെ ചേട്ടാ, എന്റെ ഓർഡർ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഇവർക്കൊക്കെ വല്ലാണ്ട് വിശക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ കൊണ്ടുവരാം. അതെ, അവനവന്റെ ഭക്ഷണം എടുത്ത് കഴിച്ചാ പോരെ. ഓരോ പ്രാവശ്യം എന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കണോ? പൊളിച്ചെടുത്തല്ല, ഞങ്ങള് ഞങ്ങളുടെ ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. നിനക്കറിയാലോ എനിക്ക് ഭക്ഷണം മോഷ്ടിക്കുന്ന സ്വഭാവം ഇല്ലാന്ന്. ആ ബെയർ എപ്പോഴും നിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ മോട്ടു. ഇപ്പോഴും അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയുന്നത് കേക്ക്. അതേ വെയിറ്റർ ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. യെസ് സർ. ഓക്കെ സർ. ഇന്നാ പിടിച്ചോ സർ.
അയ്യോ അച്ഛാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. അവൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും എരിവുള്ള ഭക്ഷണം കഴിച്ചത്. എനിക്ക് പണി തന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. വിടില്ല. കൊള്ളാം, എന്ത് മനോഹരമായ കാലാവസ്ഥയാണ്. വല്ലാണ്ട് ഉറക്കം വരുന്നു. എന്ത് മനോഹരമായ കാലാവസ്ഥയാണ്. കൊടുങ്കാറ്റ് വരാൻ പോകുന്ന ഇത് കണ്ടോ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ്. ഇനിയിപ്പോ നമ്മൾ വൈകുന്നേരത്തോടെ എത്തിയില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. അല്ല, ഇപ്പൊ ഈ കാറിന് എന്ത് സംഭവിച്ചു? എന്താ സ്റ്റാർട്ട് ആവാത്ത? പ്ലീസ് നിങ്ങൾ കാറൊന്ന് ഇറങ്ങി തള്ളാവോ? ചിലപ്പോ സ്റ്റാർട്ട് ആയേക്കും. പണി കിട്ടിയല്ലോ. ഇറങ്ങി വണ്ടി തള്ളണം. ഈ കാർ സ്റ്റാർട്ട് ആവില്ല. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കോ. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എത്തണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ ഈ തണുപ്പത്ത് കോച്ച് ചത്തുപോകും. നമ്മൾ ഓടേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടല്ലോ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എല്ലാത്തിലും ബാറ്ററി ലോ ആണല്ലോ. എന്നെ ക്ഷമിച്ചേക്ക്. ഞാനിത് ചാർജ് ചെയ്യാൻ മറന്നു. ഇപ്പൊ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഓടണം. ഒരു 1 2 3. വലിയേട്ടാ, നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെ ആപത്ത് വന്നാ ഓടുന്നതിൽ എനിക്ക് 20 ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മൾ വേഗത്തിൽ ഓടണം. വേഗം ഓട്, എല്ലാവരും ഓടി രക്ഷപ്പെട്. വലിയേട്ടന്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ എവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ഇവിടെയുണ്ട്. ഡോക്ടർ ജഡ്ക എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? ഞങ്ങളെയും കൂടെ കൂട്ടാമായിരുന്നല്ലേ? സോറി, ഞാനിതാകെ മറന്നുപോയി. നിങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഓർമ്മ. ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. ഇന്നാ പിടിച്ചോളൂ, നമുക്ക് ഇതിട്ടിട്ട് പറന്നു പോകാം. മമ്മി രക്ഷിക്കണേ. നിങ്ങളുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. കാറും പറപ്പിക്കും, പിന്നെ തന്നെ പറക്കുകയും ചെയ്യും. ഓ നോ, ആ കരടിയും കുഞ്ഞുങ്ങളും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വരൂ, ഒന്ന് വേഗം വരൂ പത്തലു. അല്ല, എന്തിനാ ഈ കരടിയുടെ പുറകെ പോണേ? അത് നിങ്ങളെ തിന്നാനായിട്ട് നിങ്ങളുടെ പുറകെ ഓടുകയല്ലേ. എന്നിട്ട് നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് അതിന്റെ പുറകെ പോവുകയാണല്ലോ. എടോ മനുഷ്യ, അവനവന്റെ ജോലി അവനവനല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ജോലി രക്ഷിക്കുക എന്നതാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. എന്നാൽ അവരുടെ ജോലിയോ കഴിക്കുക മാത്രമാണ്. കാരണം അവരൊക്കെ മൃഗങ്ങളാണ്. വരൂ. മോട്ടു, എന്നെ വിട്ട്. ഞാൻ പറയുന്ന കേക്ക് മോട്ടു. അതെ കരടിച്ചേട്ടോ. അതെ, അവിടെയല്ല, ഇവിടെ. നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമോ നോക്ക്. പിടിക്ക്. എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ. നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല.
നമുക്കിവരെ അതിനകത്താക്കാം. അവിടെ ഇവര് സേഫ് ആയിരിക്കും. വരൂ. ആ ശരി. പേടിക്കണ്ട, നിങ്ങൾ ഇവിടെ സേഫ് ആണ്. വരൂ പത്ലു. പത്ലു, ഇവനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഇവന് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഇവന്റെ ആ കുഞ്ഞുങ്ങൾ തനിച്ചായി പോവൂലേ? അതേ മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്. ഇവർക്കൊക്കെ ഈ സ്റ്റോം ഒക്കെ ശീലമായ കാര്യമാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. അതേ മോട്ടു, വേഗം വാ, അല്ലെങ്കിൽ കരടി നിന്നെ കടിച്ചു കീറി തിന്ന് കളയും. ഞാൻ വെറുതെ വിടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.